ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കേക്ക് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസും അതുപോലെ പാർട്ടി ഓർഡർ ആയിട്ടുള്ള കേക്കുകൾ എങ്ങനെ ചെയ്യാമെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ തലേദിവസം കേക്കെല്ലാം ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസ് എല്ലാം തലേ ദിവസം ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് അന്ന് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം കുറച്ച് നേരത്തെ എണീറ്റിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മണിക്കാണ് എണീറ്റിട്ടുള്ളത്. എന്നിട്ട് ഇതാ സ്പോഞ്ചെല്ലാം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഓവണിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം പുറത്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഓവണിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവണ് ചൂടാറിയതിൻ്റെ ശേഷം വേണം ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചൂടോട് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ക്രിസ്പി ആയി പോവും. അപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടൈം ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ ചൂടൊന്ന് അറിയതിൻ്റെ ശേഷം ക്ലോസ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കേക്കുകളാണ് ഉള്ളത്. അപ്പോൾ 5 kgൻ്റെയും 6 kgൻ്റെയും 2 സ്ക്വയർ കേക്കും പിന്നെ ഒരു 2 ടയർ കേക്കും പിന്നെ അതുപോലെ തന്നെ ഒരു ബാർബി കേക്കുമാണ് ഓർഡർ ഉള്ളത് കേട്ടോ. അപ്പോൾ കേക്കെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ജോയിൻറ്റ് ചെയ്തിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ട് എങ്ങനെ കേക്ക് ചെയ്യാമെന്ന് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പാർട്ടി ഓർഡർ വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. എന്നാലും ഇതുപോലെ നമ്മളിപ്പോൾ ഒരു 3 kg കേക്കും അതുപോലെ 2 kg കേക്കും ചെയ്യുക. 5 kg കേക്കാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് 3 kgനെയും അതുപോലെ ബാക്കിയുള്ള ഭാഗത്തായിട്ട് 2 kgൻ്റെ പീസിനും വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബാർബി കേക്ക് ഓർഡർ ഉണ്ട് കേട്ടോ, അതിൻ്റെ കേക്കും കൂടി ഞാൻ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാർബി കേക്കിന് ഞാൻ മിക്സ്ഡ് സ്പോഞ്ചസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, വൈറ്റും ബ്ലാക്കും മിക്സ്ഡ് ആക്കിയിട്ടാണ് കേട്ടോ. പിന്നെ 2 ടയർ കേക്ക് 2 കിലോയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ 5 kg കേക്കിന് 6 kg സൈസിലും 4 kg കേക്കിന് 5 kg സൈസിലുമാണ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് അതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിന് ഐസിങ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു. ലെയർ വെക്കുന്നതിൻ്റെ ആദ്യമായിട്ട് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിനെ വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ടോട്ടൽ 2 ലെയറേ ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ 3 ലെയറാണ് ഒരു കേക്കിന് കൊടുക്കാറുള്ളത്. അപ്പോൾ ചില സമയത്ത് കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുണ്ട് കുറച്ച് കൂടുതൽ പീസ് കിട്ടണം, ഒന്ന് പരത്തി ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ 3 kg ഓർഡറാണ് കസ്റ്റമർ തന്നിട്ട് അതൊരു പരത്തി ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ 4 kg സൈസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം 3 kg കേക്കിനെ ചെയ്യുക. എന്നിട്ട് അതിനെ 2 ലെയർ ഒരു ബേസിൽ കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കി വന്നിട്ടുള്ള 3ാമത്തെ ലെയറിനെ കട്ട് ചെയ്തിട്ട് സൈഡിലായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ 2 ബേക്കിംഗ് ടിന്ന് യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ടിന്ന് മാത്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു, അതിന് ക്രീം കൊടുത്തതിൻ്റെ ശേഷം വാനില കേക്കാണ് കേട്ടോ. എന്നിട്ട് അടുത്ത ലെയറിനെ ജോയിൻറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ്, സിമ്പിളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഐസിങ് ഒക്കെ ചെയ്ത് കഴിയാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ. ഫ്ലാറ്റാക്കി ചെയ്യുമ്പോൾ ലെയറിൽ കുറച്ച് ക്രീമും കൊടുക്കുക, എന്നിട്ട് പിന്നെ അടുത്ത ലെയറിനെ വെച്ച് കൊടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ട്. എഡ്ജെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള കേക്കാണെന്നൊന്നും തോന്നില്ല. കറക്റ്റ് നമ്മൾ ഒരു ഒറ്റ കേക്ക് മാത്രമാണെന്നേ തോന്നുള്ളൂ ഇങ്ങനെ ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ കേക്കെല്ലാം ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 kg സൈസും അതുപോലെ 6 kg സൈസും ബാർബി കേക്കും ഉണ്ട്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നേരം വെളുത്ത് ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ ഫൈനൽ കോട്ടിങ് ചെയ്യണം കേട്ടോ. ഈ ഒരു കേക്ക് നമുക്ക് 10 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് മുകൾ ഭാഗത്ത് ഒരു ഫിനിഷിങ് കുറവൊക്കെ വരുമ്പോൾ സ്പാച്ചുല ഡിസൈൻ കൊടുത്താൽ മതി. അപ്പോൾ 6 kg സൈസിനൊക്കെ ഫിനിഷിങ് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പാച്ചുല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ സ്റ്റാർ നോസിൽ വെച്ചിട്ടും ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ഡിസൈനാണ് സൈഡിലായിട്ട് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇനി പേര് എഴുതി കൊടുക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ബാർബി കേക്ക് എടുത്തിട്ടുണ്ട്. ബാർബി കേക്ക് ഞാനിവിടെ ലാവൻഡർ കളറാണ് ഈ ഒരു കേക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 kg ബാർബി കേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാർബിൻ്റെ മോൾഡിലല്ല ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. സാധാരണ ബേക്കിംഗ് നമ്മളിപ്പോൾ 4 ഇഞ്ചിലും 5 ഇഞ്ചിലും 6 ഇഞ്ചിലും അതുപോലെ 7 ഇഞ്ചിലും ആക്കിയിട്ട് നമുക്ക് ഓരോ ലെയർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 5 ഇഞ്ചിലുള്ള കേക്കിന് അതുപോലെ തന്നെ 8 ഇഞ്ചിലുള്ള കേക്കിനായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ സൈഡിലായിട്ട് ഒരു സ്പാച്ചുല ഡിസൈൻ കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം ഫ്ലവർ ചെയ്യണ പെറ്റൽ നോസിലില്ലേ, ആ ഒരു നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ താഴെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ബാർബിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫോണ്ടൻറ്റിൻ്റെ ആ ഒരു യോക്കാണ്, ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് സൂമായിട്ടുള്ളത് ഞാൻ റീൽസ് വീഡിയോ ആണ് കേട്ടോ, റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിനൊന്ന് സൂമാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞു. പിന്നെ 4 kg 5 kg സൈസിലാക്കിയിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിലും സ്പാച്ചുല ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ശേഷം സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ കൊടുത്തു. പിന്നെ അതാ ഈ ഒരു കേക്കിൻ്റെ 6 kg സൈസിലുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മിൽക്ക് കേക്കും അതുപോലെ കുനാഫ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് കേക്ക് ഇതുപോലെ പുഡിങ്ങിൻ്റെ ട്രേ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. പുഡിങ്ങിൻ്റെ ട്രേ ഒന്നല്ലത് ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ട്രേ തന്നെയാണ്. പക്ഷേ അതിലാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്കിനെ സെറ്റ് ചെയ്തിട്ടുള്ള മിൽക്ക് കേക്കിനെ. അപ്പോൾ ഇതിന് വേറെ ഡെക്കറേഷൻ ഒന്നും കൊടുക്കാതെ നമ്മൾ എന്താ പറയുക സ്പാച്ചുല ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഒട്ടുമിക്ക കേക്കിനും ഈ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കാറുള്ളത്. കാരണം ഇതൊന്നും കൂടി സിമ്പിളായിട്ട് തോന്നും. ഷാർപ്പ് എഡ്ജും ഫിനിഷിങ്ങും ആക്കുമ്പോൾ ഒരുപാട് ടൈം പോവില്ല. അപ്പം കഴിയുന്നതും ഇങ്ങനത്തെ ഒക്കെ ഡെക്കറേഷൻ കൊടുക്കാറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് എന്താ പറയുക നമ്മൾ പിസ്ത പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇത് സോക്ക് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ ആ ഒരു വെറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ ഇനി ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് സോക്ക് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ക്ലീൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇനിയിപ്പോൾ 2 ടയർ കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്കിന് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 kg സൈസിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്. ഇനി ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കേക്കുകളെല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ആയിട്ട് കുനാഫിൻ്റെ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുനാഫ കപ്പിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ കപ്പിലാവുമ്പോൾ പാർട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കപ്പിൽ തന്നെ സെർവ് ചെയ്യാനും ഈസി ആയിരിക്കും. മറ്റേ ട്രയലായിരിക്കുമ്പോൾ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ കുനാഫ. അപ്പോൾ ഇതുപോലെ കപ്പിലാക്കിയിട്ട് കൊടുക്കണമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടാണ്. നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് പിസ്തൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഓർമ്മയില്ലാതെ പിന്നെയാണ് അത് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ബേക്കിംഗ് ടൈമിൽ അതിൻ്റെ സ്മെല്ലിങ്ങനെ മാറി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഓർമ്മ വന്നത് ഇത് ബേക്കായി വന്നതിൻ്റെ ശേഷമാണല്ലോ ഇടുക എന്നുള്ളത്. അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതത്ര കാര്യമാക്കി എടുത്തില്ല. അപ്പോൾ ഇതെല്ലാം ഈ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊന്നും എനിക്കത് ഓർമ്മയില്ല കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഹറിബറി ആയിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ വർക്കും അതുകൊണ്ട് പോക്കും ഒക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീട്ടിലെ ക്ലീനിങ്ങും എല്ലാം കൂടി മാനേജ് ചെയ്യൽ കുറച്ച് റിസ്ക് തന്നെയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത്. ഇപ്പോൾ എല്ലാത്തിലും പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇതിനെ മുകളിലും താഴത്തും കോയിൽ ഓൺ ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം താഴത്തെ കോയിൽ ഓഫ് ചെയ്ത് കൊടുക്കുക, മുകൾ ഭാഗം മാത്രം ഓൺ ആക്കിയിട്ട് ഇടുക കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഞാൻ പോണ അതേ സ്ഥലത്ത് തന്നെ ഒരു കേക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് 1 kg കേക്കാണ്. പക്ഷേ ഞാൻ 2 kg കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം ബേക്ക് ആയത് മുകളിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൈം എടുത്തിട്ട് ആണ് മറ്റേ കേക്ക് ബേക്ക് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കുനാഫ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർഡർ വരുമ്പോൾ 1 കിലോ കേക്ക് ആണെന്നുണ്ടെങ്കിൽ 2 കിലോ കേക്ക് ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. ഒരു കേക്ക് എക്സ്ട്രാ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. കാരണം പെട്ടെന്ന് ഓർഡർ വരുമ്പോഴൊക്കെ അത് എടുത്തു കൊടുത്താൽ മതിയല്ലോ.
അപ്പോൾ ഇനിയിപ്പോൾ ഈ ഓവൻ്റെ മുകളിലുള്ള കേക്കിനാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ ചൂടാറിയതിൻ്റെ ശേഷം ഐസിങ്ങും എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേക്കും ഈ 3 കേക്കുമായിട്ടാണ് ഇനി നമുക്ക് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ 2 ടയർ കേക്കിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസും അതുപോലെ ഷെൽനോസിൽ ഡെക്കറേഷൻസും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. പിന്നെ ബാർബി കേക്കിൽ ബാർബിനെ ലാസ്റ്റാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫോണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ 2 ടയർ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ, ചോക്ലേറ്റിൻ്റെ മിക്സ്ഡ് കളർ മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റാണ്. അപ്പോൾ ഇത് കേക്ക് പോപ്സും സിക്കിളൊക്കെ ചെയ്യുമ്പോൾ ബാക്കി വരില്ലേ, അത് നമ്മൾ മോൾഡിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്ക് വരുന്ന ഡെക്കറേഷൻസിനൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഈ ഒരു ബട്ടർഫ്ലൈ വന്നിട്ടുള്ളത്, നമ്മളിപ്പം ബട്ടർഫ്ലൈ ഒക്കെ പാക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ കംപ്ലൈൻറ്റ് ആയതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡ് ഇതിൻ്റെ കീറി പോയിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെറുതെ കളയുമ്പോൾ നമുക്കൊരു എന്തോ പോലെയല്ല. അപ്പോൾ കേക്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഹൈഡ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റുള്ള ആ വർക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ ഇത്. അതിൻ്റെ ഡെക്കറേഷനും സിമ്പിളായിട്ടുള്ള ഷെൽനോസിൽ ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ട് ഇനി ഓരോ ഭാഗത്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മിൽക്ക് കേക്ക് കൊണ്ടുപോകണത്. അതിൽ തന്നെ ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വിശേഷങ്ങളും അതുപോലെ ഡെക്കറേഷനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ കേക്കിൻ്റെ മോഡൽസും എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാറുണ്ട്. ഞാൻ ചെയ്യുന്ന വർക്കുകൾ, ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും ചിലപ്പോൾ പോസ്റ്റ് ഇടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റോറി കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്താലേ കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.